ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയെ കുറിച്ചാണ് കേട്ടോ. സ്വിഗ്ഗി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി ഓടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ സ്വിഗ്ഗിയെ കുറിച്ച് കാര്യങ്ങൾ എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നവർ ആരായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വിഗ്ഗിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ അതിനോടൊപ്പം പറ്റുന്നവർ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കണ്ടന്റിലോട്ട് പോയിട്ട് വരാം. സ്വിഗ്ഗി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അറിയില്ലാത്തവരും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഉപകാരമാകട്ടെ. സ്വിഗ്ഗി എന്ന് പറയുന്നത് ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖലകളിൽ നോക്കുമ്പോൾ തന്നെ പല അനവധി ഫുഡ് ഡെലിവറി ആപ്പുകളുണ്ട്. അതായത് സൊമാറ്റോ ഉണ്ട്, ബ്ലിങ്കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷാഡോ ഫാക്സ് ഉണ്ട്, അതുപോലെ തന്നെ സിബോയ് എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ട്. അങ്ങനെ അനവധി ആപ്പുകളുള്ള ഈ ലോകത്ത് അതിൻ്റെ ഇടയിലുള്ള ഒരു ആപ്പ് തന്നെയാണ് ഈ പറയുന്ന സ്വിഗ്ഗി എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പ്. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു പേജ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ സ്ക്രീനിൽ തന്നെ അതും കൂടെ കൊടുത്തിരിക്കാം. ഫസ്റ്റ് കാണുന്ന പേജിൽ ഏറ്റവും താഴെ വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് ഹോം പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ ഏണിങ്സ് ആണ് വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വരുമ്പോൾ മൈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നാലാമത്തെ ബോക്സ് കാണുമ്പോൾ, ബോക്സ് എന്ന് പറയുന്നത് നാലാമത്തെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു റോ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹോം ആണ്, അത് കഴിഞ്ഞ് ഏണിങ്സിനെ കുറിച്ച് പറയുന്നതാണ്, അത് കഴിഞ്ഞ് ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നതാണ്, അത് കഴിഞ്ഞ് വരുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നതും, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് മോർ എന്ന് പറയുന്നതാണ്. ഈ 5 ഓപ്ഷനും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാകും. നമ്മൾ വീഡിയോയ്ക്കിടയിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട് ഹോം പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഹോം പേജിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഹോം പേജിൽ വരുന്നതെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസെന്റീവ് സ്ട്രക്ചർ. പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസെന്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഇൻസെന്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഡെയിലി ഇൻസെന്റീവ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ വീക്കിലി ഇൻസെന്റീവിന്റെ കാര്യങ്ങളും ഈ 2 സ്ട്രക്ചറും നമ്മളെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹോം പേജിൽ താഴോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മൾ ഇന്ന് നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന എത്ര രൂപയാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത്, അതുപോലെ തന്നെ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ എത്ര ഓർഡർ നമ്മൾ എടുത്തു, അതിനെക്കുറിച്ച് ഈ 2 മെയിൻ കാര്യങ്ങൾ ഇൻസെന്റീവിൻ്റെതും അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടുഡേ എന്താണ് നമ്മൾ ചെയ്തത് അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മുടെ ഫ്രണ്ട് ഹോം പേജിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇനി നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കണ്ടത് ഏണിങ്സ് ആണല്ലേ. ഈ ഏണിങ്സ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ കാണും. അത് പറയുന്നത് ഡെയിലി കിട്ടുന്ന ഏണിങ്സിനെ കുറിച്ചും പറയുന്നുണ്ട്, അതുപോലെ തന്നെ വീക്കിലി കിട്ടുന്ന ഏണിങ്സും പറയുന്നുണ്ട്. വീക്കിലി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ തിങ്കളാഴ്ച എത്ര രൂപയാണോ ഓഡിയോ എടുത്ത ഏണിങ്സ് എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ ചൊവ്വാഴ്ച കിട്ടുന്ന ഏണിങ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നത് ഡേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ 29 ഡിസംബർ മുതൽ 4 ജനുവരി വരെ നിങ്ങൾ ഓടുമ്പോൾ എത്ര രൂപയാണ് ടോട്ടൽ കിട്ടുന്നതെന്ന് അതിൻ്റെ തൊട്ട് താഴെ കാണും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ഓഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അങ്ങനെ വരുന്നതിൻ്റെ അവിടെ ഒരു ഗ്രാഫ് വരും. അതെന്ന് പറയുന്നത് നിങ്ങൾ തിങ്കളാഴ്ച ഓടി എത്ര രൂപ ഏൺ ചെയ്തു, ചൊവ്വാഴ്ച ഓടി എത്ര ആഡ് ചെയ്തു, അങ്ങനെയാണ് നിങ്ങൾ വരുന്നത്. അതെല്ലാം കൂടെ ആഡ് ചെയ്താണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണും ഈ ഏണിങ്സിന്റെ പേജിൽ തന്നെ കാണും ഓഫർ സോൺ എന്ന് പറയും. അതുപോലെ തന്നെ പേ ഔട്ടും കാണും. ഈ ഓഫർ സോൺ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ഇൻസെന്റീവ് സ്ട്രക്ചർ ആണ് കേട്ടോ. ഈ വീക്കിലി കിട്ടുന്ന ഇൻസെന്റീവ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഡെയിലി ഇൻസെന്റീവ് എന്ന് പറയുന്ന സ്ട്രക്ചറും ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ തുടർമാനം പറയുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പേ ഔട്ട് എന്ന് പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരാൾക്ക് പോയി, അവരെന്താണ് GPay സ്വിഗ്ഗിയുടെ ആപ്പിൽ ചെയ്യാതെ നമ്മളെ കയ്യിലാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടി, അടുത്ത് നമ്മൾ 1000 രൂപ ഓടി നമ്മൾ 1000 രൂപയാണ് ചെയ്യുമ്പോൾ ഈ 1000 രൂപ എന്ത് ചെയ്യും, നമ്മൾ കയ്യിലിരിക്കുന്ന ഫുഡിന്റെ പൈസ നമ്മളെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഓടിയെടുക്കുന്ന 1000 രൂപ എന്ത് ചെയ്യും, ഈ ഫുഡിന്റെ പൈസ നമ്മളെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഈ 1000 രൂപ അവരും എടുത്തോളും. എന്ന് വെച്ചാൽ ഫുഡിന്റെ പൈസ കിട്ടുമ്പോൾ അത് നമുക്ക് കയ്യിൽ വയ്ക്കാം, അതുപോലെ തന്നെ നമ്മൾ ഓടിയെടുക്കുന്ന പൈസ അവരങ്ങ് എടുക്കും. അതാണ് ഈ പേ ഔട്ടും ഓഫർ സോണ്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മൂന്നാമത്തെ ബോക്സ് നോക്കുമ്പോൾ അതിൽ പറയുന്നത് മൈ ഷിഫ്റ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ ഓടാൻ എടുക്കുന്നത് ഷിഫ്റ്റ് ആണ് വരുന്നത്. ഈ ഷിഫ്റ്റിന്റെ സമയം വരുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ 7 to 11 ഉണ്ട്, 11 to 4 ഉണ്ട്, 4 to 7 ഉണ്ട്, 7 to 11 ഉണ്ട്. എന്ന് പറയുന്നത് ഞാൻ ഓടുന്ന നെയ്യാറ്റിൻകര സോണിലായത് കാരണം ഞാൻ ഇത്രയും ടൈമേ എടുക്കാറുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർ നമ്മുടെ സിറ്റി സോണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട്
മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഓൾ സമയം 24 മണിക്കൂർ വർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതൊക്കെ സോൺ ഉണ്ടെന്ന് നമ്മുടെ വീഡിയോയിൽ അവസാനം വല്ല ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഷിഫ്റ്റ് വരുന്നത്. ഞാൻ എടുക്കുന്നത് 7 to 11, 11 to 4, 4 to 7, 7 to 11 ഇത്രയും സെക്ഷൻ ഷിഫ്റ്റാണ് ഞാൻ എടുക്കുന്നത്. അതാണ് നമ്മുടെ തേർഡ് ബോക്സിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹോം, രണ്ടാമത് ഏണിങ്സ്, മൂന്നാമത് മൈ ഷിഫ്റ്റ്. ഈ 3 ബോക്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നാലാമത്തെ ബോക്സിൽ വരുന്നത് ചിലതിൽ നോട്ടിഫിക്കേഷൻ കാണും, ചിലതിൽ റിഫർ എന്ന് പറയുന്നത്. റിഫർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരം സോണിൽ ഓടുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ ട്രിവാൻഡ്രം സോണിലേക്ക് വേറൊരു പയ്യനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ വഴി റിഫർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അവരെ കോൺടാക്ട് നമ്പർ, പേര്, അവരെ സ്ഥലം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആരെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്ന വ്യക്തിയെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഒരു എമൗണ്ട് സ്വിഗ്ഗിയിൽ അവർ നമുക്ക് തരും. സ്വിഗ്ഗി കമ്പനി നമുക്ക് തരും. എന്ന് വെച്ചാൽ നമ്മളൊരു വ്യക്തിയെ റിഫർ ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം നമുക്ക് നെയ്യാറ്റിങ്കര കിട്ടത്തില്ല, നമുക്ക് സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അത് എമൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് നാലാമത്തെ ബോക്സിൽ പറയുന്നത്. അഞ്ചാമത്തെ ബോക്സിൽ വരുന്നതാണ് മോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഈ അഞ്ചാമത്തെ ബോക്സിൽ വരുന്നതാണ് മോർ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഒന്ന് പ്രൊഫൈല്, അത് കഴിഞ്ഞ് തന്നെ അടുത്ത് വരുന്ന റിഫർ ആൻഡ് ഏഡ് ആണ്, അടുത്ത് വരുന്ന റോങ് ആക്ഷൻ ആണ്, അടുത്ത് വരുന്ന ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആണ്, അടുത്ത് വരുന്ന ഫ്ലോട്ടിംഗ് കേസ് ആണ്, അടുത്ത് വരുന്നത് സ്വിഗ്ഗി സ്റ്റോർ ആണ്, അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തതിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. ഈ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത്രയും വീഡിയോ ലെങ്ത് ആവുന്നത് കാരണം ഇതിൽ എങ്ങനെയാണ് സ്വിഗ്ഗിയുടെ ആപ്പ് എന്നതിനെ കുറിച്ച് മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ഇതാണ് കേട്ടോ വരുന്നത്. അടുത്ത് പലരും ചോദിക്കും സ്വിഗ്ഗിയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നല്ലേ. ഇപ്പോൾ സ്വിഗ്ഗിയിലെ കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മുടെ സോൺ. നമുക്കൊരു സോണുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സോണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ സോൺ എന്നൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ കാണുമ്പോൾ ഞാൻ താഴോട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കാതെ ഞാൻ എല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സോണ് വരുന്നത് ഒന്ന് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൻ്റെ അവിടെ സോണുണ്ട്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം പട്ടമുണ്ട്, തമ്പാനൂരുണ്ട്, നെയ്യാറ്റിങ്കരയുണ്ട്, ആറ്റിങ്ങലുണ്ട്, വർക്കലയുണ്ട്, കോളമുണ്ട്. ഇതെല്ലാം ഓരോ സോണാണ്. നമുക്ക് വേണമെങ്കിൽ ഇത്രയും സോൺ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഓടാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഓടിയിട്ടില്ല. ഞാൻ ഓടിയിട്ടുള്ളത് നെയ്യാറ്റിങ്ങരയും തമ്പാനൂർ സോണ് മാത്രമേ ഞാൻ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഓടാം, അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഓടാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും, പാർട്ട് ടൈം ആയിട്ടല്ലേ ഓടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഓടാം. ഇല്ല ഫുൾ ടൈം ഓടാൻ താല്പര്യമുള്ളവർക്ക് ഫുൾ ടൈം ഓടാം. ഓരോ സോണിലും ഓരോ ഓർഡർ പേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റിയിൽ നമുക്ക് ഓർഡർ പേ നോക്കുമ്പോൾ സിറ്റിയും നെയ്യാറ്റിങ്കര തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഓടിയിട്ടില്ല, മുമ്പ് ഓടിയിട്ടുള്ളൂ. നമ്മളെ വീഡിയോ കാണുന്നവർ അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് ഓടുന്നവരുണ്ടെങ്കിലേ നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ. സ്വിഗ്ഗി എന്താണ്, സ്വിഗ്ഗിയെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ലെങ്തായി പോകുന്നത് കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓടുന്ന വീഡിയോയും എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലോങ് ആവുന്നത് കാരണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള വീഡിയോകളിൽ നമ്മൾ സ്വിഗ്ഗി എങ്ങനെയാണ് ഓടുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓടിക്കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ സ്വിഗ്ഗി ഓടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഓടി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്. കാണാൻ താല്പര്യമുള്ളവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.